അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തിരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. നീ ഇങ്ങനത്തെ ആളാണല്ലേ? സ്ഥലം എവിടെയെന്ന് പറഞ്ഞ കോടതികൾ കയറിയിറങ്ങി മടുത്തതുകൊണ്ടും സമയവും പണവും മാനവും കോടതി വരാന്തകളിൽ കളയാനില്ലാത്തത് കൊണ്ടുമാണ് ഞാനിപ്പോൾ പല കഥകളുടെയും ഡോസേജ് കുറച്ചിരിക്കുന്നത്. നീ ഇത്രക്കാരനാന്ന് വിചാരിച്ചിട്ടാ? നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഇയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ അല്പ സൗന്ദര്യമുള്ള എന്റെ അവസ്ഥ എന്താണ്? സിനിമ എൻ്റെ കൈവശമുള്ള ഓഡിയോ വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും നമ്മുടെ ചാനലിലൂടെ പുറത്തുവിട്ടാൽ മീശ വച്ചവന്മാരും മീശയില്ലാത്ത പെണ്ണുങ്ങളുടെയും ഗുണവധികാരങ്ങളിലൂടെ എനിക്ക് ലക്ഷങ്ങൾ നേടാം യൂട്യൂബിൽ നിന്ന്. പറയുന്നവൻ മാന്യനായിരിക്കണം എങ്കിൽ പറഞ്ഞോട്ടെ. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും, നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിന്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. പറയുന്നു പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിനി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ടിനി ടോമിന് നല്ല തൊലിക്കെട്ടി ഉണ്ടെന്ന്. എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിനി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഇപ്പൊ ഇയാൾ തെറി വിളിക്കുന്ന അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിന്റെ ബന്ധുക്കളും ഒക്കെയുള്ള ആ ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. ആ ഒരു ബോധം പോലും ഇല്ലാതായിപ്പോയി ടിനി ടോമിന് എന്ന് പറയാം. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. നീന കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്രേ ടിനി. ആരാ? എറണാകുളത്തെ വൈറ്റിലുള്ള ഗുണ്ടയോ? ഈ ആരെയും തല്ലും ആരെയും ചീത്ത വിളിക്കും എന്ന് പറയാൻ വിവരവും വിദ്യാഭ്യാസമില്ലാത്തൊരു പോങ്ങൻ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ടിനി നീ ഒരു ആണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ നാണം കെട്ട പണികൾക്ക് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പരിഹാസ്യ കഥാപാത്രമായി ആൾക്കാരുടെ മുന്നിൽ, മലയാളിയുടെ മുന്നിൽ ഇപ്പോൾ ടിനി ടോം. ഒന്ന് പോയി തരത്തി പോയി കളിക്കടാ. മോൻ പാതിരാത്രി വെളിവില്ലാതെ കാറോടിച്ച് വന്ധ്യവയോധികരായ ദമ്പതികൾ, ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ ഉറക്കം കെടുത്തി. അവസാനം അവരുടെ വിദേശത്തുള്ള മകൻ വന്ന് കേസ് കൊടുത്ത്. ഇത് കുറച്ച് ഓവറല്ലേ? അപ്പോൾ ഞാൻ ടിനിയെ വിളിച്ചു. അസൂയാണ് ചേട്ടാ എന്നായിരുന്നു ടിനിയുടെ മറുപടി. ടോമിന്റെ കാശും സമ്പന്നതയൊക്കെ കണ്ട് വീട്ടിൽ കിടക്കുന്ന വില കൂടിയ കാറൊക്കെ കണ്ടപ്പോൾ അയൽപക്കക്കാർക്ക് ഇവിടെ പട്ടിക്ക് മുടി വളർന്ന അമ്പട്ടൻ എന്തൊരു കാര്യം കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ.